സ്നേഹമുള്ള മുത്തശ്ശി അറിയാൻ. മുത്തശ്ശിക്ക് സുഖമല്ലേ? ഞാൻ നല്ലൊരു ബാങ്കിൽ ജോലിക്ക് കയറി, വാടകയ്ക്കൊരു വീടെടുത്ത് സെറ്റിലായി. ഇവിടെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ സമ്മതം കിട്ടിയാലുടനെ മുത്തശ്ശി ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ കല്യാണം നടക്കും. എന്റെ ഈശ്വര, എന്റെ കൊച്ചുമോനെ ഇപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നിയല്ലോ, അത് മതി. ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് ഈ പട്ടിയെ വശത്താക്കിയ ദിവ്യയും സെറ്റായ പോലെ തന്നെയല്ലേ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണം. ഹലോ, കം കഴിക്കടാ. വേ കഴിക്കേ, ബഹളം വെക്കലേ. കം 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 ഡാ, കമോൺ. ഞാനോ? ഒച്ചുണ്ടാക്കല്ലേ. ഹേയ് വാടാ, ഷട്ട് അപ്പ്. വാ, കമോൺ. വാ, കമോൺ. അയ്യോ, കമോൺ. അയ്യോ, എങ്ങനെയാ ഇപ്പൊ ഞാൻ? വാടാ, കം. നിക്ക്, ഇപ്പൊ വരാം. ഇത് അവളെക്കാളും വാശി കാണിക്കാണല്ലോ. നടപടിയാവില്ല. വന്നല്ലോ. നിങ്ങള് വിളിച്ചപ്പോ ഞാൻ വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് വന്നത്. അയ്യോ അതല്ല, നിങ്ങൾ എന്നെ ഇങ്ങനെയും അങ്ങനെയല്ല, അങ്ങനെയും ഒക്കെ വിളിക്കാനുള്ള സമയം കഴിഞ്ഞു പോയില്ലേ? അയ്യോ, ഞാൻ വിളിച്ചത് നിങ്ങളെയല്ല. നിങ്ങൾക്കറിയോ, എന്റെ കോളേജ് സമയത്ത് എല്ലാവരും എന്നെ ശ്രീദേവി എന്ന് കൊഞ്ചലോടെ വിളിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലോ ഒക്കെ ആയിരിക്കും എന്റെ ഹസ്ബൻഡായിട്ട് വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ആ മണ്ടൻ രാജപ്പന്റെ മുന്നിൽ എന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ നിങ്ങൾ എന്നെ വാ എന്ന് പറഞ്ഞു വിളിച്ചാലും അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. ഞാൻ കമ്മിറ്റഡ് ആയി പോയി. ഇപ്പൊ എന്റെ ഓൾ കോപ്പിറൈറ്റ്സ് കൺട്രോൾഡ് ബൈ മൈ ഹസ്ബൻഡ്. അതല്ല ഞാൻ. ഓ നോ, ഞാൻ വിളിച്ചത് വിളിക്കുന്നതിൽ തെറ്റില്ല. ബട്ട് യു ആർ ടു ലേറ്റ്. 20 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം എന്റെ ഭർത്താവിന്റെ സൂട്ട് കേസിന്റെ അകത്തിരിക്കുക. അതിന്റെ ചാവിയാണെങ്കിൽ അങ്ങേരുടെ പോക്കറ്റിന്റെ അകത്തിരിക്കുക. ഇപ്പൊ എന്റെ ജീവിതം ഉണ്ടല്ലോ, ആ സൂട്ട് കേസിന് മാത്രം സ്വന്തം. ഇനി ഒന്നും പറയരുത്, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. വേണ്ടെന്നേ. എക്സലന്റ്, മാർവലസ്, ബ്യൂട്ടിഫുൾ. എന്തൊരു പെർഫോമൻസാ രണ്ടാളും. എടീ, അവൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോ നീ ഇങ്ങനെ കുണുങ്ങി വന്ന് നിൽക്കുകയാണല്ലോ. നിന്റെ കോപ്പിറൈറ്റ് ഒക്കെ എന്റെ സൂട്ട് കേസിനകത്താ. എന്താടി, ഞാൻ സൂട്ട് കേസ് ആണെങ്കിലേ ഇവനെന്താ VIP ട്രോളി ബാഗ് ആണ്. കുറച്ചു നേരത്തേക്ക് മൂലയിലോട്ട് മാറിക്കടാ. ആരാ കോളനിക്കകത്ത് ഇടിയപ്പം വെക്കുന്നത്? മിസ്റ്റർ രാജപ്പൻ, എന്തിനാണ് ആ പെൺകുട്ടിയെ വെറുതെ സംശയിക്കുന്നത്? വെടിവെച്ച് കൊന്നുകളയേ. മിലിറ്ററിക്കാരനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നേ? പട്ടാപ്പകൽ എന്റെ ഭാര്യയെ കൈവീശി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അവനെ എല്ലോടോ വെടിവെച്ച് കൊല്ലണ്ടേ? ഇവിടെ എന്താണ് ഗലാട്ട? ഇവിടെ കൊഴുക്കട്ട. മിണ്ടാതിരിക്കൂ. ആ ചെറുക്കൻ ഒരു തങ്ക കുഴന്തേമാരി നടന്നു പോകുമ്പോ ആരുടെയും മുഖത്ത് നോക്കില്ല. പിന്നെ എതുക്ക് ചീത്ത പറയണം? വാ മൂടുങ്കോ. ഈ കോളനി മൊത്തം ഡബിംഗ് പടം പോലെയാണല്ലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ചേച്ചിയെ വെറുതെ സംശയിച്ചാണ്ടല്ലോ ഞാനിവിടെ ആത്മഹത്യ. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാടാ. സമയമാകുമ്പോ നീ എന്റെ അടുത്തേക്ക് വന്നാ മതി. നോക്കി, ഇവരെനിക്ക് പെങ്ങളെ പോലെയാ. എന്നാ തല തൊട്ട് സത്യം ചെയ്യ്. തല തൊടാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് ഒഴുകി വീഴുക അല്ലേ? ഇനി സത്യം ചെയ്യ്. സത്യമായിട്ടും. എന്നാ ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം നിന്റെ സിസ്റ്റേഴ്സ് ആണെന്ന് സത്യം ചെയ്യ്. അയ്യോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണൊഴിച്ച് ബാക്കി എല്ലാം എന്റെ സിസ്റ്റേഴ്സ് തന്നെയാ. നീ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്റെ ഭാര്യ ആയിരിക്കില്ല എന്ന് സത്യം ചെയ്യടാ. അയ്യോ എന്റെ പൊന്നിയേട്ടാ, സത്യമായിട്ടും ഇല്ല. വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അളിയ, എന്റെ വൈഫ് ഇപ്പൊ എന്താ പറഞ്ഞിട്ട് പോയേ? കണ്ണി തുപ്പി. ഹലോ, എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നേ? ഒന്നുമില്ല, എന്റെ നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ വിളിച്ചപ്പോ രാജപ്പന്റെ വൈഫ് തെറ്റിദ്ധരിച്ച് നിങ്ങളടുത്ത് വന്നില്ലേ? ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഭാഗ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്താ ഇവിടെ? എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരി വേണം. സാരിയോ? നിങ്ങൾക്ക് ചേച്ചി അനിയത്തി ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതെ, ഇല്ല.
ഞാൻ സാരി വേണമെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണിനാ. ഗേൾ ഫ്രണ്ടിനാണോ? എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾക്കാ. അപ്പൊ അവരെയും കൂട്ടി ഇങ്ങോട്ട് വരായിരുന്നില്ലേ? ഇവിടെ തന്നെയുള്ള ആളെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനാ? ഇവിടെ 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 അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പൊ എന്തായാലും എനിക്ക് മാത്രമേ അറിയൂ. ശരി പറ, ഏത് ടൈപ്പ് സാരിയാ വേണ്ടത്? ഉം, ഇത് വിപ്പിൾ സാരീസ്. ഞാനൊരു രാവിൽ അല്ല, നിങ്ങളൊരു ലേഡി അല്ലേ, നിങ്ങൾ ഇതിനെ നോക്കി സെലക്ട് ചെയ്തോ. എന്ന് ശരി പറ, അവരെ കാണാൻ എങ്ങനെയാ? കറക്റ്റ് നിങ്ങളുടെ അതേ നിറം. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോ. ദാ ഇത് നോക്കിയേ. ഉം. അപ്പൊ ഇതോ? വേ. ഇതെങ്ങനെയുണ്ട്? വേറെ ഏതെങ്കിലും ഡിസൈൻ കാണിക്കുന്നേ. ഇത് ഓക്കെയാണോ? ഈ സാരികൾ കാണാൻ ഒരു രസവുമില്ല. ശരി സർ, നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തോ. അയ്യോ, ഞാൻ പറഞ്ഞത് ഫീൽ ചെയ്തോ. അതൊക്കെ വിട്ടേക്ക് പ്ലീസ്. നിങ്ങളിങ്ങനെ ഓരോ സാരി എടുത്ത് കാണിക്കുമ്പോൾ ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആവുക. അതുകൊണ്ട് ഈ സാരിയൊക്കെ ശരിക്കും വിടർത്തി ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ പെൺകുട്ടികൾ തോളത്ത് സാരി വെച്ച് പോസ് കൊടുക്കൂലേ, അങ്ങനെയൊന്ന് കാണിച്ചു തരാണെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ഈസി ആവുമല്ലോ. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? ഹലോ ഹലോ, സ്വപ്നം കാണാണോ? ഭാവി വധുവിനെ കുറിച്ചുള്ള സ്വപ്നമൊക്കെ വിട്ടിട്ട് ഈ സാരി അവർക്ക് ചേരുവോന്നൊന്ന് പറ. മാർവലസ്. എന്റെ അമ്മേ, നിങ്ങള് ഭയങ്കര ലക്കിയാണ് കേട്ടോ. ഈ ഡിസൈനിൽ ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ. യു വെരി വെരി ലക്കി. ഞാൻ എപ്പോഴും ലക്കി തന്നെയാ. എന്നിറങ്ങട്ടെ. ആ ശരി. ആരാ മോളെ അത്? നിന്റെ സൗന്ദര്യത്തെ കുറിച്ചൊന്ന് സൂചിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് സാരിയും വാങ്ങിച്ചൊരു പൂവാലിനെ പോലെ പോകുന്നുണ്ടല്ലോ. ചേച്ചേ, അയാൾ അങ്ങനെയുള്ള ഒരാളല്ല മാഡം. എന്റെ വീടിനടുത്താ താമസിക്കുന്നേ. ഓ, അങ്ങനെയാണോ? ആള് ഭയങ്കര പാവാ. മനസ്സിലൊന്നും വെച്ചേക്കില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കൊള്ളാവല്ലോ, വാദോരാതെ പറയുന്നുണ്ട്. അമ്മക്കുട്ടി, വേലക്കാരോട് പറഞ്ഞ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അടുക്കി വെക്കാൻ പറ. എടാ ഇസ്തിരി, പിക്നിക്കിന് കൊണ്ടുപോകാനുള്ള ഷീറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് തേച്ച് മടക്കി കൊണ്ടുപോവാ. പക്ഷെ എനിക്ക് ഫ്രണ്ട് സീറ്റ് തരണം. ഡോണ്ട് വരി, ഡ്രൈവറെ ഇറക്കി വിട്ട് നിന്നെ ആ സീറ്റിൽ ഇരുത്താം. അതെ മോളെ, എന്താ റെഡി ആയിട്ടുള്ളേ? ഞാനുണ്ട്. നിന്റെ കാര്യമല്ല, ബാക്കിയുള്ള ഐറ്റംസ്. അതാണോ ചേട്ടാ? തേങ്ങാപ്പുട്ട്, അപ്പം, കപ്പപ്പുഴുക്ക് എല്ലാം റെഡിയാക്കാം. അതിപ്പോ കപ്പയോ തൊപ്പയോ നാളെ പിക്നിക് ടൈമിൽ റെഡി ആയിരിക്കും. ആ യങ് മാൻ, നാളെ നമ്മുടെ കോളനിയിൽ എല്ലാവരും പിക്നിക്കിന് പോകുന്നു. നീ പോരുന്നോ? സോറി സാർ, ഇയർ എൻഡിങ് ഓഡിറ്റിംഗ് ഉണ്ട്, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ വിളിച്ചാലും വരില്ലേ? ഇംപോസിബിൾ. ഇത് നിനക്കൊരു നഷ്ടമാ. ജീവിതത്തിൽ ഒരു കളർഫുൾ ടൈമാണ് വേസ്റ്റ് ആക്കുന്നത്. നമസ്കാരം ജാനകിയമ്മേ. നിങ്ങളുടെ കൈകൊണ്ട് തരുന്ന ഭക്ഷണം കഴിച്ചാ മനസ്സിന് പോലും സുഖമാ. എന്താ അല്ലേ, എന്തൊരു മണം, എന്തൊരു രുചി. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഈ പിക്നിക്ക് തന്നെ റെഡിയാക്കിയത്. അപ്പൊ നാളെ റെഡി ആയിരിക്കണം കേട്ടോ. അങ്കിൾ, ഞാനും അമ്മയും എന്റെ വണ്ടി തന്നെ വന്നോളാം. ഇവിടെ അടുത്ത് തന്നെയല്ലേ? നോ 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 നോ, ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന മിലിറ്ററി ബസ്സിലാണ് എല്ലാവരും പോകുന്നത്. ഓക്കെ, നോ ഡോഗ്സ് പ്ലീസ്. മേജർ സാർ. നശിപ്പിച്ചു. ആരുടെ പുറകിൽ വിളിക്കുന്നത്? സാർ സാർ, ഞാനും വരുന്നുണ്ട്. പ്ലീസ് സാർ, പ്ലീസ്. വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾ പിക്നിക് എന്നാണോ പറഞ്ഞേ? പിന്നത്തെ പദയാത്ര എന്നാണോ? അയ്യോ, ഞാനെന്തോ മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചേ. ഞാനും വരാം സാർ. പ്ലീസ് സാർ, പ്ലീസ്. ഐ ആം സോറി. മിലിറ്ററി ഡിസിപ്ലിൻ പ്രകാരം ഒരിക്കൽ നോ എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കില്ല. അങ്ങനെ നടക്കില്ല എന്ന് പറയാൻ താൻ ആരടോ? എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എന്റെ പെണ്ണുമ്പിള്ളയുടെ സേഫ്റ്റി നോക്കാൻ എന്റെ അളിയെ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ വരുന്നില്ലെങ്കിൽ ഈ പിക്നിക്ക് ക്യാൻസൽ ചെയ്യാ. Shut up. ഇത് ക്യാൻസൽ ചെയ്യാൻ നീ ആരാടാ? ഓക്കെ പറയാൻ താൻ ആരടോ? മേജർ കുക്കർ. സാർ സാർ, പിക്നിക് ഒന്നും ക്യാൻസൽ ചെയ്യണ്ട സാർ. നാളെ പിക്നിക്കിൽ മേജർ ആണെന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കാം. പ്ലീസ്, ഞാനും വരട്ടെ സാർ. ബഹുമാനിക്കോ? പിന്നെ എപ്പ മേലോട്ട് പോകുന്ന അറിയാത്ത ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? പിന്നെ തുപ്പി. ഓക്കെ, എമർജൻസി കോട്ടായില് എന്റെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ചെലുത്തി നിന്നെ ഞാൻ കൊണ്ടുപോകാം. താനൊരു കുക്കാണെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നേ.